ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്പെഷ്യൽ നാരങ്ങ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ വേനൽ ചൂടിന് കുടിക്കാൻ പറ്റിയ നല്ലൊരു നാരങ്ങ ലൈമാണ്. നമ്മുടെ അടുക്കളയിലുള്ള ചേരുവ മാത്രം ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പം നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ നാരങ്ങ വെള്ളം എങ്ങനെ തയ്യാറാക്കുന്നത് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ നാരങ്ങ ലൈം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് വെച്ചിട്ട് 3 ഗ്ലാസോളം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു മീഡിയം സൈസ് നാരങ്ങയാണ് കേട്ടോ. ഇത് കട്ടാക്കിയിട്ട് കുരുവൊക്കെ കളഞ്ഞതിൻ്റെ ജ്യൂസാണ് ആവശ്യം. ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ട് 1 ഗ്ലാസോളം ഐസ് വാട്ടർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അരഞ്ഞു കിട്ടില്ല, ഒരുപാട് വെള്ളം ഉണ്ടായിരിക്കുമ്പോൾ. അതിലോട്ട് 1.5 ടേബിൾ സ്പൂണോളം തേങ്ങ ചെരുകിയതോ കട്ടാക്കിയിട്ടോ ചേർത്തി കൊടുക്കാം. ഇനി നാരങ്ങേൻ്റെ ജ്യൂസ് ചേർത്തി കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് ഒരു നമുക്ക് ഏലക്കായാണ് ചേർത്തി കൊടുക്കേണ്ടത്. ഏലക്കായൊക്കെ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇതിൽ. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ നമുക്ക് ആവശ്യത്തിന് മധുരമാണ്. അപ്പോൾ പഞ്ചസാര നിങ്ങൾ എത്രയാണ് നിങ്ങളെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ്. ഇനി നമുക്കിത് നന്നായിട്ട് ബ്ലെൻഡായി കിട്ടാനുണ്ട്. ആ തേങ്ങയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് തന്നെ നമുക്കിതിൽ അരഞ്ഞ് കിട്ടണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ചേർത്തി കൊടുത്തത്. ഇതാ നന്നായി ബ്ലെൻഡായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വന്ന വെള്ളം കൂടി ഒഴിച്ചെടുക്കാം. ഒരു 2 ഗ്ലാസ് വെള്ളം കൂടി വീണ്ടും ഒഴിച്ചു കൊടുക്കാം. മൊത്തത്തിൽ 3 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല പതയോട് കൂടിയിട്ട് തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ കസ്കസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് 1 ടേബിൾ സ്പൂണോളം വെള്ളത്തിൽ കുതിർത്തിട്ട് ഇട്ടിട്ട് നമുക്ക് ലാസ്റ്റ് ഇനി സെർവ് ചെയ്യുമ്പോൾ ഗ്ലാസ്സിലോട്ട് നമുക്ക് ഇതാ ഒഴിച്ചു കൊടുക്കാം. ശേഷം നമ്മുടെ അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാരങ്ങ ലൈമും കൂടി ചേർത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി അരിച്ചെടുത്തതിന് ശേഷം വേണം ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ. ആ ഇഞ്ചിയുടെയും തേങ്ങയുടെയും ഒക്കെ തരികൾ ഉണ്ടാവും. അതുകൊണ്ട് അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് അരിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ പിന്നെ വെക്കേഷൻ ടൈമാണല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള മക്കൾസിനൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഒരു സമ്മർ ഡ്രിങ്ക് തന്നെയാണ് ഇത്. നിങ്ങൾ ഇതുവരെ ആയിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള നാരങ്ങ ലൈം തന്നെയാണ്. നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾ കമൻറ്റ്സ് കാണുമ്പോഴായിരിക്കും മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഈ വീഡിയോ മറ്റുള്ളവരും കാണണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് നല്ലൊരു ഉഷാറ് വീഡിയോയുമായിട്ട് വീണ്ടും നാളെ 2 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സേഫ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.